ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മളുടെ കൂടെയുള്ള എല്ലാവരും. ഇന്നത്തെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പട്ടായയോട് ഗുഡ് ബൈ പറയുകയാണ്. അതായത് പട്ടായയിൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ ഫോർത്ത് ഡേ നമുക്ക് ബാങ്കോങ്ങിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബാഗൊക്കെ ആയിട്ട് താഴെ വന്നിരിക്കുവാണ്. നമ്മളുടെ വണ്ടി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിനുള്ള യാത്രയാണ് ഇവിടുന്ന്. കാര്യം 3 ദിവസം പട്ടായ എന്ന് പറയുന്നത് വളരെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. കാര്യം ആദ്യത്തെ വന്നിറങ്ങിയ ദിവസം നമ്മൾ നന്നായിട്ട് ഹോട്ടലിൽ പോയി കിടന്നു, വേഗം ഉറങ്ങി. പിന്നത്തെ 2 ദിവസം പട്ടായയിലെ രാത്രി ഏകദേശം ഫുൾ ടൈം പുറത്ത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളുടെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ലഗേജൊക്കെ കയറ്റി നമ്മൾ ബാങ്കോങ്ങിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അവിടെ 2 ടെമ്പിൾ വിസിറ്റാണ്. അത് കഴിഞ്ഞിട്ട് ബാങ്കോങ്ങിലെ ഷോപ്പിംഗ് ആണ്. കുറേ പേര് ഷോപ്പിംഗ് ഭ്രാന്തുള്ളവരുണ്ട്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഷോപ്പിംഗ് ക്രേസ് ഉള്ളവർ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബാങ്കോങ് കേട്ടോ. അത്രയും അധികം സംഗതികളുണ്ട് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുറേ പേര് എക്സ്ട്രാ ലഗേജൊക്കെ എടുത്തിട്ടാണ് ഷോപ്പിംഗ് പരിപാടിക്കായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നോർമലി, അതായത് ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടുന്ന് ഷോപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൽ അലൗ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 7 kg ആണ്. എക്സ്ട്രാ ലഗേജ് നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എടുക്കാനായിട്ട്. അപ്പം വളരെ അപൂർവമായിട്ടാണ് ടിക്കറ്റിൻ്റെ കൂടെ 15 kg ഒക്കെ കിട്ടുന്ന പരിപാടിയുള്ളൂ. അതല്ലാതെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് ലഗേജ് എടുക്കാറ് കേട്ടോ. ഇവിടുത്തെ ഒരു റോഡും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ട്രാഫിക്കും അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഒരു ഹോൺ സംവിധാനം നമുക്ക് കേൾക്കില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ട്രാഫിക് വരുമ്പോഴത്തേക്ക് ഹോൺ അടിച്ച് നമ്മളുടെ ചെവി പൊട്ടും അല്ലേ. ഇവിടെ അങ്ങനെ ഹോൺ സംവിധാനം, ഇവിടുത്തെ ബസ്സുകളായാലും വണ്ടികളായാലും റോഡായാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ 2 ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഗോൾഡൻ ടെമ്പിളാണ്. നമ്മളിപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളിലേക്ക് കടന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന വഴി തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ചക്കയാണ് ഇരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് ചില്ലുകൂട്ടിലിരിക്കുന്നത്. ആളെന്തോ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നും മൂപ്പര് കാണുന്നില്ല. വാട്സപ്പിൽ എന്തോ കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുക മൂപ്പര്. അപ്പോൾ നമ്മൾ ചക്ക കണ്ടപ്പോൾ വെറുതെ ഒന്ന് സ്റ്റക്കായി. തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിക്കണു. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്പലങ്ങളിലും ടിക്കറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ ടിക്കറ്റ് എടുക്കണ്ടല്ലോ, ഇവിടെ എല്ലായിടത്തും ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മൾ എത്തിയത് അടുത്ത മാർബിൾ ടെമ്പിളിലാണ്. ഇത് അടിപൊളി ഒരു ടെമ്പിളാണ്. നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടും ഉണ്ട്. നമ്മുടെ കൂടെ ഉള്ളവർ കണ്ടോ, ചിലർ കുടന്ന് പുറത്തുന്നു, ചിലർ തലയിൽ മുണ്ടിടുന്നു. അങ്ങനെ അത്രയും ചൂടുണ്ട്. എനിക്കൊന്ന് പട്ടായയിൽ ഇത്രയും ഒരു ചൂടില്ല. ഇവിടെ ഒന്നാമത്തത് ഒരു 11 മണി 12 മണി സമയമാണ്. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ വെയിലിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും മഴയില്ല. അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അച്ചടാ, നല്ലൊരു ക്യൂട്ട് ബേബി അല്ലേ. ക്യൂട്ട് ബേബീനെ കണ്ടപ്പോൾ ക്യാമറ അങ്ങോട്ട് പോയി. അയ്യോ, എൻ്റെ ആൾക്കാരതേ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാനെപ്പോഴും ഈ പുറകിൽ നടക്കുന്ന വേറൊന്നുമില്ല. എല്ലാ വീഡിയോകളിലും എല്ലാവരുടെയും പുറകു വശമാണല്ലോ എന്ന് ചിന്തിക്കരുത് കേട്ടോ. കാരണം എല്ലാവരുടെ പുറകിലാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വീഡിയോയിൽ അതല്ലേ പെടുള്ളൂ. ഫ്രണ്ടിൽ നടന്നാലല്ലേ ഫ്രണ്ട് വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ ചപ്പലൊക്കെ വയ്ക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടെമ്പിളിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. അയ്യോ, കുട്ടി ഓടിപ്പോണു കേട്ടോ.
ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ചില ഭാഗങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. ഞാനും ഈ വീഡിയോ എടുക്കുമ്പോൾ കുറേ ഭാഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ല, ക്യാമറയിൽ കൂടെ കാണുന്നേ ഉള്ളൂ. അപ്പോൾ കുറേ ഭാഗമൊക്കെ ഞാനും കട്ട് ചെയ്തിട്ടുണ്ട്, മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഇതെന്തായാലും ബാങ്കോക്കിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അത്രയും സ്ട്രക്ചർ, അതിൻ്റെ ഭംഗിയുണ്ട്, ഒരുപാട് ഫോട്ടോസും പരിപാടികളൊക്കെ നമുക്ക് എടുക്കാം. അത്രയും സൂപ്പർബായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 5 മണിക്കൊക്കെ ഇത് ക്ലോസ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈവനിങ് വന്നിരിക്കാം എന്നുള്ളൊരു വൈബൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ.